തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. ഭരിക്കാനായി കയറിയപ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങളാണ് നൽകിയിരുന്നത്. ആ വാഗ്ദാനങ്ങളെല്ലാം ഇപ്പോൾ പഴങ്കഥയാകുന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം നഗരം വീണ്ടും മാലിന്യക്കയത്തിലായിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി പദവിയുള്ള തലസ്ഥാന നഗരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചതോടെ ജനജീവിതം ദുസ്സഹമാകുന്നു. ഭരണമാറ്റം ഉണ്ടായിട്ടും മാലിന്യ സംസ്കരണത്തിൽ പുതിയ ഭരണസമിതി പരാജയപ്പെട്ടുവെന്ന ആക്ഷേപം ശക്തമാണ്. കൊതുക് ശല്യവും ദുർഗന്ധവും കാരണം നഗരവാസികൾ പൊറുതിമുട്ടുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. ഭരണസമിതി അധികാരമേറ്റപ്പോൾ നൽകിയ വലിയ ഉറപ്പുകളിലൊന്ന് നഗരത്തെ മാലിന്യമുക്തമാക്കും എന്നതായിരുന്നു. എന്നാൽ 4 മാസം പിന്നിടുമ്പോൾ നഗരത്തിൻ്റെ പല ഭാഗങ്ങളും വലിയൊരു മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. പ്രധാന പ്രശ്നങ്ങൾ: അജൈവ മാലിന്യ ശേഖരണം. വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് കൃത്യമായ ഇടവേളകളിൽ നടക്കുന്നില്ല. മുൻ ഭരണസമിതിയുടെ സമയത്ത് ഇത് കൃത്യമായ ഇടവേളകളിൽ നടന്നിരുന്നു. രാത്രികാല ശുചീകരണം. മുൻപ് പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ചിരുന്ന റോഡ് ശുചീകരണ പ്രവർത്തനങ്ങൾ പലയിടത്തും ഇപ്പോൾ നടക്കുന്നില്ല. ചാക്ക, കുന്നുകുഴി, വള്ളക്കടവ്, ഈഞ്ചക്കൽ ബൈപ്പാസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ കാൽനട യാത്രക്കാർക്ക് പോലും പോകാൻ കഴിയാത്ത വിധം മാലിന്യം കുന്നുകൂടിയിരിക്കുന്നു. നാട്ടുകാർ പറയുന്നത് ഒരിക്കലും ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ്. മഴ പെയ്താൽ മാലിന്യമെല്ലാം ഒഴുകി റോഡിലേക്ക് വരും. കോർപ്പറേഷൻ വണ്ടികൾ വന്നിട്ട് ദിവസങ്ങളായെന്നും ചോദിക്കുമ്പോൾ ഓരോ ഒഴിവുകഴിവുകൾ പറയുകയാണെന്നും നാട്ടുകാർ പറയുന്നു. അതിനോടൊപ്പം തന്നെ കൊതുക് ശല്യം കാരണം കുട്ടികൾക്ക് വയ്യാതാകുന്നു. മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ ക്യാമറ വയ്ക്കുമെന്ന് പറഞ്ഞു. പക്ഷെ വെറും ബോർഡ് മാത്രമേയുള്ളൂ എന്നും ക്യാമറയൊന്നും പ്രവർത്തിക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. മുൻ LDF ഭരണസമിതിയുടെ കാലത്ത് മാലിന്യ പ്രശ്നമുയർത്തി സമരം ചെയ്ത ബി.ജെ.പി. ഇപ്പോൾ ഭരണത്തിലിരിക്കുമ്പോൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. പദ്ധതികളുടെ നടത്തിപ്പിലെ അപാകതയും ഉദ്യോഗസ്ഥരുടെ മെല്ലപ്പോക്കുമാണ് പ്രതിസന്ധി കാരണമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നതും മാലിന്യ നീക്കത്തെ ബാധിച്ചിട്ടുണ്ട്. മഴക്കാലം പടിവാതിൽക്കൽ എത്തി നിൽക്കെ നഗരത്തിലെ കാനകൾ ശുചീകരിക്കാത്തത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ആമയിഴഞ്ചാൻ തോട് ഇപ്പോഴും മാലിന്യത്താൽ മൂടിക്കിടക്കുന്നു. ചെറിയൊരു മഴ പെയ്താൽ പോലും നഗരം വെള്ളത്തിനടിയിലാകുമെന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മണ്ണുപാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ പേരിന് മാത്രമാണ് നടക്കുന്നത്. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയ ജനകീയ സമരങ്ങൾക്ക് തലസ്ഥാനം സാക്ഷ്യം വഹിക്കേണ്ടി വരും. നഗരസഭയുടെ ശുചീകരണ വിഭാഗം പുനഃസ്ഥാപിക്കുകയും മാലിന്യ നീക്കം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുകയും ചെയ്യണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. മാറാത്തത് മാറും എന്ന് പറഞ്ഞാണ് ബി.ജെ.പി. ഭരണത്തിൽ കയറിയത്. പക്ഷേ ശുചീകരണത്തിലും മറ്റു കാര്യങ്ങളിലും 1-ാം സ്ഥാനത്ത് നിന്നിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനെ വീണ്ടും താഴേക്ക് വലിച്ചിടുന്ന മാറ്റമാണ് അവർ ഉദ്ദേശിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്.